ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയെക്കുറിച്ച് പറയാനാണ് പോകുന്നത്. ഈ സൈറ്റിൻ്റെ പേര് ട്രാൻസ്ക്രൈബിമി എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു സൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാ ലൊക്കേഷനിൽ നിന്നും ആളെ എടുക്കാറില്ല. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്നാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തു നിന്നായിരിക്കും അവരെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ ഏരിയയിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഗൂഗിളിൽ കയറി ട്രാൻസ്ക്രൈബിമി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവരുടെ ലോഗോ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ജോലിക്ക് പ്രത്യേകം ടൈപ്പിംഗ് സ്പീഡോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല. ഒരു മണിക്കൂർ തന്നെ $18, അതായത് 2000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഗൂഗിളിലെല്ലാം കയറി റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ ആരംഭിക്കുക. ഓൾറെഡി ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാനും സാധിക്കും. ട്രാൻസ്ക്രിപ്ഷൻ വേണമെന്ന് ഓർഡർ ചെയ്യാനും സാധിക്കും കേട്ടോ. ഇതിൽ ഒരുപാട് ട്രാൻസ്ക്രിപ്ഷൻസ് അവൈലബിൾ ആണ്. മെഷീൻ ജനറേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹ്യൂമൻ ജനറേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ശരിക്ക് ഹ്യൂമൻ ബീയിങ്സ് സംസാരിക്കുന്ന പോലുള്ള ട്രാൻസ്ക്രിപ്ഷൻ, അതല്ലെങ്കിൽ മെഷീൻ ജനറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ബോട്ടൊക്കെ സംസാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ട്രാൻസ്ക്രിപ്റ്റ്സും അവൈലബിൾ ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നൽകാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബിമിയെ കുറിച്ചുള്ള FAQs ഒരുപാട് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം വാട്ട് ഈസ് ട്രാൻസ്ക്രൈബിമി എന്നുള്ളത്. ഇതൊരു ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനിയാണ് കേട്ടോ. അപ്പം ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് ഒരു റിട്ടൺ ഫോർമാറ്റിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ട്രാൻസ്ക്രൈബിമി ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരേപോലെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ട്രാൻസ്ക്രൈബിമി എന്ന് സെർച്ച് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഫ്രീലാൻസ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ പേയ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിങ്, അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ, ഈ ഒരു വർക്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ $15 മുതൽ $22 വരെയാണ് പെർ ഓഡിയോ അവറിന് കൊടുക്കുന്നത്. അതായത് മന്ത്ലി ഒരു $250 വരും. അത് തന്നെ സ്പെഷ്യൽ ടീം, അതായത് എക്സ്പേർട്ട് ആണെങ്കിൽ $60 മുതൽ $70 വരെയാണ് ഒരു മണിക്കൂറിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. വെറും 2 മുതൽ 4 വരെയൊക്കെ മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകളായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അതായത് റിട്ടൺ ഫോർമാറ്റിലാക്കി കൊടുക്കുക. ഉടനെ തന്നെ അവരുടെ സിസ്റ്റം നമുക്ക് പുതിയ വർക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര വർക്ക് ചെയ്യാം എന്നുള്ളതിന് ഒരു ലിമിറ്റേഷനോ അല്ലെങ്കിൽ ഇത്ര വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റേഷനോ ഒന്നുമില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ പേപാൽ അക്കൗണ്ടുമായി കണക്ട് ചെയ്യണം. അതിനുശേഷമാണ് ഒരു എൻട്രൻസ് എക്സാം അവർ തരുന്നുണ്ടായിരിക്കുക. അത് പാസ്സായതിനു ശേഷമാണ് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നത്. അതിനുശേഷമാണ് സിസ്റ്റം നമുക്ക് വർക്കുകൾ തന്നു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ഫ്രീലാൻസിങ് എന്നുള്ള ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും, കൺട്രി, റീജിയൻ, ഇമെയിൽ ID, പാസ്വേഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എപ്പോഴാണ് അവർ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ആ വർക്കിന് ആളെ എടുക്കുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. ടാറ്റാ.